എഫെസ്യസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എഫേസോസ് 6:11. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്രകാരമാണ് പിശാചിനെ നമുക്ക് എതിർക്കാനും വിജയിക്കാനും സാധിക്കുന്നത്? എപ്രകാരം തിന്മയെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയും എന്നതിൻ്റെ ചിന്തകളാണ് നമ്മൾ ഇനി തുടർന്ന് ധ്യാനിക്കുന്നത്. ഒന്നാമത്തെ പടവിതാണ് ശത്രുവിനെ അറിയുക. ഒരു ശത്രു ഉണ്ട് എന്ന് അറിയുക. നമ്മെ തിന്മയിലേക്ക് നയിക്കുന്ന, നമ്മെ എതിർക്കുന്ന, നമ്മുടെ ഉള്ളിൽ നുണ പ്രചരിപ്പിക്കുന്ന, നമ്മിൽ നിന്ന് വചനമെടുത്തു കളയുന്ന, അന്യനെ ദ്രോഹിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന, അവിശ്വസിക്കാൻ നമുക്ക് പ്രചോദനം നൽകുന്ന ഒരു ശത്രു നമുക്കുണ്ട് എന്നതാണ് ഒന്നാമത്തെ അറിവ്. ഒരു കുഴിയുണ്ട് വഴിയിൽ എന്ന ബോധ്യത്തോടെ നടക്കുമ്പോൾ ശ്രദ്ധിച്ച് നടക്കുന്നത് പോലെ ശത്രു ഉണ്ട് എന്ന ബോധ്യത്തോടുകൂടെ നമ്മൾ നടക്കണം. ശത്രു ഉണ്ട് എന്ന് അറിയുക എന്നതാണ് ഒന്നാമത്തെ പടവ്. എഫെസ്യസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അതിനെക്കുറിച്ച് പ്രകാരം പറയുകയാണ്: സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക, കാരണം ഒരു ശത്രു ഉണ്ട് എന്നതാണ്. രണ്ടാമതായി ശത്രുവിൻ്റെ തന്ത്രങ്ങൾ അറിയുക എന്നതാണ്. നോ ഹിസ് മെത്തേഡ്സ്. അവൻ്റെ വഴികൾ എന്തൊക്കെയാണ്, അവൻ്റെ ടെക്നിക്കുകൾ എന്തൊക്കെയാണ്, അവയെക്കുറിച്ച് നമ്മൾ അജ്ഞരാകാതിരിക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി എല്ലാം പരിശോധിച്ച് അറിയുവിൻ എന്നാണ്. ആത്മാക്കളെ പരിശോധിച്ചറിയുവിൻ. ടെസ്റ്റ് ദ സ്പിരിറ്റ്. യോഹന്നാൻ ശ്ലീഹയുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ തിരുവചനം: പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് പരിശോധിക്കുവിൻ. പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്. ഓരോന്നിനെയും പരിശോധിച്ചറിയുവിൻ. ദൈവത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. ദൈവം സമാധാനമാണ്. ദൈവത്തിൽ നിന്ന് വരുന്ന സന്ദേശങ്ങൾ നിങ്ങളുടെ സമാധാനത്തെ നശിപ്പിക്കുകയില്ല. നിങ്ങളുടെ സമാധാനത്തെ നശിപ്പിക്കുന്ന ഒരു ചിന്തയോ ഒരു സന്ദേശമോ ലഭിച്ചാൽ നിങ്ങൾക്കുറപ്പിക്കാം അത് ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന്. കാരണം ദൈവം സമാധാനമാണ്. അതുപോലെ ദൈവം സ്നേഹമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹത്തെ തകർക്കുന്ന ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. നിങ്ങളുടെ സഹോദരനുമായി അകലാൻ, നിങ്ങളുടെ സഹോദരിയുമായി ഭിന്നതയിലായിരിക്കാൻ, ശത്രുതയിലായിരിക്കാൻ, നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി ബന്ധത്തിൽ നിന്ന് അകലാൻ നിങ്ങൾക്കൊരു സന്ദേശം ലഭിച്ചാൽ അതിൽ നിന്നുറപ്പിക്കാം ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന്. കാരണം ദൈവം സ്നേഹമാണ്. ദൈവത്തിൽ നിന്നുള്ള സന്ദേശം നിങ്ങളെ സ്നേഹത്തിലേക്കും സമാധാനത്തിലേക്കും ഐക്യത്തിലേക്കും കൂട്ടായ്മയിലേക്കും കൊണ്ടുവരുന്ന സന്ദേശമായിരിക്കും. ദൈവത്തിൻ്റെ സ്വഭാവത്തിനെതിരായി ഒരു സന്ദേശം ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ ആത്മാക്കളെ പരിശോധിച്ച് അറിയുവിൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതകളിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തെ വ്യതിചലിപ്പിക്കുന്ന ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ
സ്വർഗത്തിൽ നിന്ന്, ക്രിസ്തുവിൽ നിന്ന്, കുരിശിൽ നിന്ന്, അവൻ്റെ മനുഷ്യാവതാര രഹസ്യങ്ങളിൽ നിന്നൊക്കെ ഹൃദയം പിന്തിരിപ്പിച്ച് ഈ ലോകത്തിലുള്ള വസ്തുക്കളിലേക്ക്, വ്യക്തികളിലേക്ക്, മനുഷ്യൻ്റെ പ്രവർത്തികളിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ ഉറപ്പിക്കാം, അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. പരിശോധിച്ചറിയുവിൻ. വിശുദ്ധർ നമ്മെ അപ്രകാരമുള്ള കാര്യങ്ങൾക്ക് സഹായിക്കാറുണ്ട്. നമുക്ക് ഒരു ദർശനമുണ്ടാകുന്നു, നമുക്ക് ഒരു ആത്മീയമെന്ന് തോന്നുന്ന ഒരു അനുഭൂതി ഉണ്ടാകുന്നു. ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് വിവേചിച്ചറിയാനുള്ള മാർഗങ്ങൾ വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു മാർഗം ഇങ്ങനെയാണ്: കർത്താവിൽ നിന്ന് ദർശനമുണ്ടായ ഒരാൾ ആ ദർശനത്തെക്കുറിച്ച് അഹങ്കരിക്കുകയാണെങ്കിൽ നമുക്കുറപ്പിക്കാം അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. കാരണം ദൈവം എളിമയാണ്. ദൈവവുമായി ഒരു എൻകൗണ്ടറിലായിരിക്കുന്ന ഒരു മനുഷ്യൻ ആ എൻകൗണ്ടർ യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ അവനിലുണ്ടാകുന്ന ചൈതന്യം എന്ന് പറയുന്നത് എളിമയുടെ ചൈതന്യമായിരിക്കും. തനിക്കൊരു ദൈവാനുഭൂതി ഉണ്ടായി എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന മനുഷ്യൻ്റെ വാസ്തവികത ചോദ്യം ചെയ്യപ്പെടുന്നു. അവൻ്റെ ദർശനം യഥാർത്ഥത്തിലുള്ളതല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ആത്മാക്കളെ പരിശോധിച്ചറിയുക. നാലാമതായി, ജാഗ്രതയോടെ ഉണർന്നിരിക്കുവിൻ. പത്രോസ് ശ്ലീഹ തൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-8 തിരുവചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. ഈശോ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് ജാഗ്രതയുള്ളവരായിരിക്കുക. ജാഗ്രതയുള്ളവരായി ഉണർന്നിരിക്കുവിൻ എന്നതാണ് പിശാചിനെ എതിർക്കുന്നതിനുള്ള 4-ാമത്തെ വഴി. ഈശോ പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34 മുതലുള്ള തിരുവചനങ്ങൾ: സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകാതിരിക്കട്ടെ. നമ്മുടെ മനസ്സ് ദുർബലമായി പോകുന്ന അവസ്ഥയെയാണ് ജാഗ്രതയില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ജാഗ്രത നഷ്ടപ്പെടുത്തി കളയുന്ന 3 കാര്യങ്ങളാണ് സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. ജീവിതത്തെക്കുറിച്ചുള്ള അമിതമായ ആകുലതകൾ മൂലം നമ്മുടെ മനസ്സ് ദുർബലമാകുന്നു. മദ്യാസക്തി മൂലം, പലതരത്തിലുള്ള അഡിക്ഷൻസ് മൂലം നമ്മുടെ മനസ്സ് ദുർബലമാകുന്നു. ഈ ലോകത്തിലുള്ള സുഖമോഹങ്ങളിൽ ലയിച്ച് ജീവിക്കുന്നതിനുള്ള ത്വര മൂലം, സുഖലോലുപത മൂലം നമ്മുടെ ഹൃദയം ദുർബലമാകുന്നു. ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം ദുർബലമാകാതിരിക്കട്ടെ, ജാഗ്രതയുള്ളവരായിരിക്കുക. 5-ാമതായി, പിശാചിനെ എതിർക്കുന്നതിനുള്ള 5-ാമത്തെ മാർഗമാണ് അവനെ എതിർക്കുവിൻ. റെസിസ്റ്റ് ഹിം. അവനുണ്ട് എന്നറിഞ്ഞാൽ പോരാ, അവൻ്റെ തന്ത്രങ്ങൾ അറിഞ്ഞാൽ പോരാ, ഉണർവോടുകൂടെ അവനെ എതിർക്കണം. യാക്കോബ് ശ്ലീഹ പറയുകയാണ് 4-ാം അധ്യായം 7-ാമത്തെ തിരുവചനം: ആകയാൽ ദൈവത്തിന് വിധേയരായിരിക്കുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. പ്രിയപ്പെട്ടവരെ, എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ നിശബ്ദരാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ശബ്ദിക്കേണ്ട സമയത്ത് നമ്മൾ ശബ്ദിക്കണമെന്ന്, എതിർക്കേണ്ട സമയത്ത് എതിർക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ എന്ന് വചനം നമ്മോട് ആവശ്യപ്പെടുന്നു. നമ്മുടെ ആത്മീയ മേഖലയിലും വ്യക്തിപരമായ ജീവിതത്തിലും സമൂഹത്തിൻ്റെ തലങ്ങളിലുമൊക്കെ എതിർക്കേണ്ടതിനെ ശക്തിയോടെ, ധീരതയോടെ എതിർക്കുക തന്നെ വേണം. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ തിരുവചനം: പിതാക്കന്മാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിയുന്നു. യുവാക്കന്മാരെ,
ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, ദുഷ്ടനെ നിങ്ങൾ ജയിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ അതിനിങ്ങനെ എഴുതിയിരിക്കുന്നു, യു ക്യാൻ കോൺഗർ ദി ഈവിൾ വൺ. പിശാചിനെ എതിർക്കാൻ, പിശാചിനെ കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എനിക്ക് ഇതിനെ കീഴടക്കാൻ സാധിക്കും എന്ന ബോധ്യത്തോടുകൂടെ തിന്മയെ എതിർക്കണമെന്ന് വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. ആറാമതായി, പിശാചിനെ എതിർക്കുന്നതിനുള്ള ഒരു വഴി എന്ന് പറയുന്നത് സ്വന്തം കുറവുകളെക്കുറിച്ച്, സ്വന്തം ബലഹീനതകളെക്കുറിച്ച് തിരിച്ചറിയുക എന്നതാണ്. കാരണം പിശാച് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ബലഹീനതകളെയാണ്. വിശന്നിരുന്ന ഈശോയുടെ അടുക്കലാണ് അവൻ അപ്പത്തിൻ്റെ പ്രലോഭനവുമായി വരുന്നത്. ആളുകൾ എതിർത്തിരുന്ന ഒരു സമയത്താണ് ദേവാലയത്തിന് മുകളിൽ നിന്ന് ചാടി തൻ്റെ ശക്തി പ്രകടിപ്പിച്ച് ആളുകളുടെ കയ്യടി നേടുക എന്ന പ്രലോഭനവുമായി വരുന്നത്. ഒന്നുമില്ലാതിരിക്കുന്ന തൻ്റെ ദൈവമഹത്വത്തിൽ നിന്ന് മനുഷ്യത്തിൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വന്ന ഈശോയോടാണ് പറയുന്നത്, നീ എല്ലാറ്റിൻ്റെയും അധികാരം വീണ്ടും നേടുക എന്ന്. ഇതുപോലെ നമ്മുടെ ബലഹീനത, നമ്മുടെ കുറവുകൾ എവിടെയാണെന്ന് നോക്കി ആ കുറവുകളെ ചൂഷണം ചെയ്യാൻ പിശാച് വരുമ്പോൾ വചനം നമ്മോട് പറയുന്നു, നീ നിന്റെ തന്നെ കുറവുകളെക്കുറിച്ച്, നിന്റെ ബലഹീനതകളെക്കുറിച്ച് അവബോധമുള്ളവനാവുക. എഫെസുസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 27-ാമത്തെ തിരുവചനം പൗലോസ് ശ്ലീഹ എഴുതുകയാണ്, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. നിങ്ങളുടെ ബലഹീനതകളെ ചൂഷണം ചെയ്യാൻ സാത്താന് അവസരം കൊടുക്കരുത്. ഈശോ തൻ്റെ പ്രലോഭനങ്ങളെ വചനത്തിൻ്റെ ശക്തിയാൽ അതിജീവിച്ചതുപോലെ കുറവുകളെ വചനത്തിൻ്റെ ശക്തിയാൽ അതിജീവിക്കണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് കണ്ണുകളടക്കാം. കർത്താവ് ഇന്ന് നമ്മോട്, നമ്മൾ ഇന്ന് ശ്രവിച്ച ഈ വചനങ്ങളിലൂടെ സംസാരിച്ചതിനെ ഓർത്ത് നന്ദി പറയാം. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അവയെക്കുറിച്ച് അവബോധമുള്ളവരായിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പിശാചിനെ ചെറുത്തു നിൽക്കുവാനുള്ള ധീരത നൽകണമേ, ധൈര്യം നൽകണമേ. ജാഗ്രതയോടെ ഉണർന്നിരിക്കുവാൻ, ഞങ്ങളുടെ ഉള്ളിലുള്ള ജാഗ്രതകൾ നശിപ്പിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ വരം നൽകണമേ. അങ്ങയുടെ തിരുവചനത്തിൻ്റെ വഴികളിലൂടെ, വിശുദ്ധിയുടെ വഴികളിലൂടെ, പുണ്യപൂർണതയുടെ വഴികളിലൂടെ ഞങ്ങളെ നയിക്കണമേ.